ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രവിക്കുന്ന ഈ ദേശനിവാസികൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ മധ്യാഹ്ന വന്ദനങ്ങൾ അറിയിക്കുന്നു. കഴിഞ്ഞ ചില മണിക്കൂറുകളായി ഞങ്ങൾ കാലടിയുടെ പരിസര പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഈ പഞ്ചായത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ കടന്നുപോയി സ്നേഹ സന്ദേശങ്ങൾ പങ്കുവെച്ച് വരികയാണ്. അങ്ങനെ ഈ സ്ഥലത്തും എത്തിച്ചേരുവാൻ ഇടയായി തീർന്നു. നല്ല തിരക്ക് പിടിച്ച സമയമാണെന്നറിയാം. ഉച്ച സമയമാണ്, ഭക്ഷണമൊക്കെ കഴിക്കേണ്ട സമയം, അപ്പോൾ തന്നെ വിശ്രമിക്കേണ്ട സമയം. എങ്കിലും ഞങ്ങളുടെ ഈ ബോധവൽക്കരണ സന്ദേശയാത്രയുടെ അവസാനത്തെ ഒരു യോഗമാണ് ഇത്. ഇന്ന് അല്പസമയങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ ആവശ്യപ്പെടുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങളിങ്ങനെ ഈ യാത്രകൾ നടത്തുന്നതിൻ്റെ പിറകിലുള്ള ചേതോവികാരം എന്ന് പറയുന്നത്, ഇന്നത്തെ നമ്മുടെ സമൂഹം വളരെ അധപ്പതിച്ച ഒരു സാഹചര്യത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ലക്ഷ്യബോധമില്ലാതെ, ദിശാബോധമില്ലാതെ അലയുന്ന യുവ തലമുറ, അപ്പോൾ തന്നെ മറ്റ് ഇതര സാമൂഹിക പ്രശ്നങ്ങൾ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ നടന്നിട്ടില്ലാത്ത പല സംഭവ വികാസങ്ങളുമൊക്കെ ഇതിനോടകം നടന്നു കഴിഞ്ഞതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് എന്തു ചെയ്യുവാൻ കഴിയും, എങ്ങനെ നമുക്ക് അതിനെ അതിജീവിക്കുവാൻ കഴിയും, എങ്ങനെ നല്ലൊരു പൗരനായി തീരുവാൻ കഴിയും എന്ന ഒരു ലഘു സന്ദേശം നിങ്ങളോട് സംസാരിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ സമയം ഇവിടെ എത്തി നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യം വളരെ മനോഹരമായ ഒരു രാജ്യമാണ്. നാനാത്വത്തിൽ ഏകത്വം നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ വളരെ സവിശേഷതകളുള്ള നമ്മുടെ ഇന്ത്യ മഹാരാജ്യം കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുൻപ് 78ാമത് സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങൾ നമ്മൾ ആഘോഷിക്കുവാനിടയായിത്തീർന്നു. എന്നാൽ നാം ആ ദിനങ്ങളൊക്കെ ആഘോഷിച്ച് വളരെ സവിശേഷമായി, വളരെ പ്രൗഢഗംഭീരമായിട്ടൊക്കെ ആഘോഷങ്ങളും പരിപാടികളുമൊക്കെ നടത്തിയെങ്കിലും നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യം ഖനിക്കപ്പെടുന്ന ഒത്തിരി മേഖലകളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് അനേക കുടുംബങ്ങളെ, അനേക വ്യക്തികളെ അടിമകളാക്കി, അല്ലെങ്കിൽ അനേക പ്രിയപ്പെട്ടവരെ ബന്ധിതരാക്കി വെച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് മദ്യവും മയക്കുമരുന്നും എന്നുള്ളത്. അനേക കുടുംബങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലാതെ അവരുടെ ഭവനത്തിൽ പാർക്കുന്ന അംഗങ്ങളോ അവരുടെ തലമുറകളോ ഒക്കെ വല്ലാത്ത നിലകളിൽ അവർ ജീവിച്ച് മുന്നേറുകയാണ്. വളരെ സ്വാതന്ത്ര്യമില്ലാതെ, സമൂഹത്തിൽ മാന്യതയോടും അഭിമാനത്തോടും കൂടെ ജീവിക്കാൻ കഴിയാതെ തികച്ചും ലജ്ജിതരായി അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഇന്നത്തെ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ചില മിനിറ്റുകൾ മാത്രം എടുത്ത് ഞാൻ നിങ്ങളോടൊന്ന് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കൊച്ചു കേരളത്തിന് വൈദേശികമായി ലഭിച്ച ഒരു പേരുണ്ട്, ദൈവത്തിൻ്റെ സ്വന്തം നാട്, ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വളരെ അഭിമാനത്തോടെ നമ്മൾ ആ പേര് വിളിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു അഭിമാനത്തോടെ നമ്മൾ നിൽക്കുമ്പോൾ, കേരളത്തിൻ്റെ നമുക്ക് ലഭിച്ച ആ വിളിപ്പേരിനോടൊട്ടും നീതി പുലർത്താൻ കഴിയാതെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുമ്പോൾ തന്നെ ദൈവമോ അല്ലെങ്കിൽ ആ നിലകളിലുള്ള യാതൊരു ബന്ധമോ അതിൻ്റെ ഗുണമോ ഇല്ലാതെ തികച്ചും പൈശാചികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രം നടക്കുന്ന ഒരു നാടായി നമ്മുടെ നാട് അധപ്പതിച്ചു എന്ന് ഞാൻ പറയുന്നതിലൊട്ടും അതിശയോക്തിയില്ല. അതിനെ തെളിയിക്കുന്ന ചില വസ്തുതകൾ ഞാൻ പറയാം. കഴിഞ്ഞ ചില മാസങ്ങളിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ച് കഴിഞ്ഞാൽ നമുക്കൊട്ടും വിദൂരമല്ലാത്ത നമ്മുടെ ആലുവയിൽ 5 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കൊന്ന് കുപ്പക്കോനയിൽ തള്ളിയതും, അങ്ങ് കൊല്ലത്ത് ഒരു കൊച്ചു പെൺകുട്ടിയെ സ്വന്തം പിതാവ് മഴുവിൻ കൊണ്ട് വെട്ടിനുറുക്കി അങ്ങ് ഓടയിൽ തള്ളിയതും, അപ്പോൾ തന്നെ മൂക്കന്നൂരിൽ ഒരു കാമുകൻ കാമുകിയെ തൻ്റെ കൈക്കരുത്തിൽ കുത്തിക്കൊല ചെയ്യപ്പെട്ടതും, നൊന്ത് പ്രസവിച്ച മകൻ സ്വന്തം മാതാപിതാക്കന്മാരെ കത്തിമുന കൊണ്ട് കുത്തിക്കൊല ചെയ്യപ്പെട്ടതും അങ്ങ് എറണാകുളത്തും മരടിൽ. അപ്പോൾ തന്നെ നാളെയുടെ ഭാവി വാഗ്ദാനമായി മാറേണ്ടിയിരുന്ന 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വനിതാ ഡോക്ടറെ ഒരു കാപാലികൻ തൻ്റെ കൈക്കരുത്തിൽ ഇവിടെ കൊല ചെയ്യപ്പെടുവാനും ഇടയായിത്തീർന്നു. എന്തിനേറെ പറയുന്നു, എത്രയോ അതിദാരുണമായ സംഭവങ്ങളാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇതിനോടകം തകർക്കുവാനിടയായിത്തീർന്നത്. അതൊക്കെ വാർത്താമാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യങ്ങളാണ്. എന്നാൽ ഈ ചില മാസങ്ങളോ ചില ആഴ്ചകളോ മാത്രം നീണ്ടു നിൽക്കുന്ന വാർത്തകളായി മാത്രം അത് അവസാനിക്കുകയാണ്. ആ പത്രമാധ്യമങ്ങളൊക്കെ ആ കാലഘട്ടങ്ങളിൽ, ആ സമയങ്ങളിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഈ കുറ്റകൃത്യം ചെയ്ത പ്രതി മദ്യലഹരിയിലായിരുന്നു, ആ പ്രതി ലഹരിക്കടിമയായിരുന്നു, മയക്കുമരുന്നിൻ്റെ ഉപയോഗിക്കുന്നയാളായിരുന്നു.
അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവർ റിപ്പോർട്ട് ചെയ്യും. ചില ആഴ്ചകളോ ചില മാസങ്ങളോ മാത്രം അത് വർത്തമാന പത്രങ്ങളിൽ അവരെക്കുറിച്ചുള്ള വാർത്തകൾ വരും. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ആർക്കാണ് ഇവിടെ നഷ്ടം സംഭവിച്ചത്? ആ കുടുംബത്തിന് നഷ്ടം സംഭവിച്ചു. അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രിയപ്പെട്ടവർക്ക് നഷ്ടങ്ങൾ സംഭവിച്ചു. 24 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന MBBS ഒക്കെ പഠിച്ച് ഡോക്ടറായി ജോലി ചെയ്ത വരവേ ഇല്ലേ, ആ പെൺകുട്ടിയെക്കുറിച്ച് നമുക്കറിയാം. ആ ഭവനത്തിലെ ഏക മകളായിരുന്നു. ആ അപ്പനും അമ്മയും എത്രമാത്രം വേദനയാണ് അനുഭവിക്കുന്നത്. ഇന്ന് അവരെക്കുറിച്ച് ആരും ഓർക്കാറില്ല. ആ കുടുംബത്തിന് വലിയ വേദന സംഭവിക്കാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് വർത്തമാന പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. പ്രതി മദ്യലഹരിയിലായിരുന്നു, ലഹരിക്കടിമയായിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇത് ഉണ്ടാക്കുന്നതും വിപണനം ചെയ്യുന്നതും നമ്മുടെ സംസ്ഥാനത്ത് തന്നെയല്ലേ, നമ്മുടെ ആളുകൾ തന്നെയല്ലേ? എന്നാൽ എന്തുകൊണ്ട് ഇതിനൊരു മോചനമുണ്ടാകുന്നില്ല? ഇത് തെറ്റാണെന്നറിഞ്ഞിട്ടും വാങ്ങി കുടിക്കുവാൻ, ഇത് മേടിച്ച് കഴിക്കുവാൻ, ചുണ്ടിൻ്റെ ഇടയിലും അതുപോലെ മറ്റ് പല രീതിയിലുമൊക്കെ മയക്കുമരുന്നുകളും മദ്യവുമൊക്കെ കഴിക്കുവാനും ഉപയോഗിക്കുവാനും വ്യഗ്രത കാട്ടുന്നൊരു തലമുറ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ അടുത്ത സമയത്ത് ആലുവായിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടിക്കപ്പെട്ട ഒരു പെൺകുട്ടി നമ്മളെല്ലാം കണ്ടതാണ്. വാർത്താമാധ്യമം റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ചില നാളുകളായിട്ട് ആ പെൺകുട്ടി അങ്ങ് വിദൂരത്തിൽ ഡൽഹിയിൽ നിന്നോ മറ്റോ മയക്കുമരുന്നുകൾ കടത്തിക്കൊണ്ട് വന്ന് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. ഒരു നാൾ അത് പിടിക്കപ്പെട്ടു. ആ പെൺകുട്ടി വളരെ കണ്ണുനീരോട്, കാണാൻ നല്ല സൗന്ദര്യമുള്ള നല്ല കുടുംബത്തിൽ പിറന്ന ഒരു പെൺകുട്ടി. പോലീസുകാർ, ബഹുമാനപ്പെട്ട എക്സൈസ് അധികാരികൾ അറസ്റ്റ് ചെയ്യപ്പെടുവാൻ ഇടയായി തീർന്നു. ആ ചാനലുകൾക്ക് മുമ്പിൽ വന്ന് ഘോരഘോരം കരയുന്നതൊക്കെ നമ്മൾ കാണുവാനിടയായി. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടത് സംഭവിക്കുന്നത്? നമ്മുടെ കൊച്ചു കേരളത്തിൽ ഈ അടുത്ത സമയത്തല്ലേ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി മയക്കുമരുന്നിൻ്റെ ക്യാരിയറായി മാറി. അത് ചേട്ടന്മാർക്ക് കൊണ്ടുകൊടുത്താൽ 5000-ഓ 10,000-ഓ ഒക്കെ കിട്ടുമെന്ന് കണ്ട് ആ പൈസ അടിച്ചു പൊളിക്കാൻ വേണ്ടി കിട്ടുമെന്നുള്ള ധാരണയിലൊക്കെ ഈ ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുകയാണ്. പല നാൾ ഇങ്ങനെ ചെയ്തു വരവേ ഒരു നാൾ പിടിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, അധികം വിശദീകരിക്കുന്നില്ല. നമുക്ക് ഒരു മാറ്റമുണ്ടാകണം, നമ്മുടെ നാടിന് മാറ്റമുണ്ടാകണം. ഞാൻ പറയാം, ഒരു ഉറുമ്പിൻ്റെ മുൻപിലേക്ക് അല്പം ഈ സാധനം അല്ലെങ്കിൽ ഉപ്പിട്ട് കൊടുത്താൽ ഉറുമ്പ് ഒരിക്കലും ഉപ്പ് തൊട്ട് നോക്കുകയില്ല. പഞ്ചസാര തരിയിട്ടാൽ ഉറുമ്പ് അത് വന്ന് ടേസ്റ്റ് ചെയ്യുവാൻ ഇടയായിത്തീരും. എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്? ഉറുമ്പിനറിയാം തൻ്റെ ശരീരത്തെ തകർക്കുന്ന, തൻ്റെ ശരീരത്തെ നശിപ്പിക്കുന്ന ഉപ്പിലടങ്ങിയിരിക്കുന്ന രാസവസ്തു അത് കഴിക്കാൻ കൊള്ളത്തില്ല എന്ന് ഉറുമ്പിനറിയാം. എന്നാൽ പഞ്ചസാര വലിയ കുഴപ്പമില്ലെന്ന് കണ്ട് ഉറുമ്പ് അത് ടേസ്റ്റ് ചെയ്യുവാൻ ഇടയായിത്തീരും. ഇതുപോലെ മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളുമൊക്കെ നമ്മുടെ നമ്മുടെ ശരീരത്തിന് കേടാണെന്നും അത് ആരോഗ്യത്തിന് ഹാനികരമാണെന്നുമൊക്കെ നിയമപ്രകാരമുള്ള മുന്നറിയിപ്പുകളൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇവിടെ വായിക്കാൻ നേരമില്ല. മനുഷ്യർ അതൊന്നും വായിക്കാൻ നേരമില്ലാതെ വളരെ സ്വാർത്ഥന്മാരായി ജീവിത സുഖങ്ങൾക്ക് വേണ്ടി, നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി വാങ്ങി അത് കുടിക്കുകയും കഴിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിന് തന്നെ അത് ഹാനികരമായി മാറുകയാണെന്നുള്ള വസ്തുത നമ്മൾ അറിയാതെ പോകരുത്. പ്രിയപ്പെട്ടവരെ, ഞാനിത് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഞാനൊന്ന് ചേർത്ത് പറഞ്ഞിട്ട് എൻ്റെ സന്ദേശം വേഗത്തിൽ അവസാനിപ്പിക്കാം. ഒരു കാലത്ത് ഞങ്ങളുടെ ഇടയിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ആളുകളാണ് ഇവിടെ നിൽക്കുന്നവരിൽ പലരും. മദ്യത്തിനും മയക്കുമരുന്നിനും അടിക്കേസിനും ഇടിക്കേസിനും ഒക്കെ അടിമപ്പെട്ടവരുണ്ട് ഞങ്ങളുടെ ഇടയിൽ. അങ്ങനെയുള്ള ആളുകൾ ഉണ്ട്. ഇന്ന് അവർക്ക് ആ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള താല്പര്യമില്ല. കാര്യമെന്താണ്? അവർക്ക് രൂപാന്തരം വന്നു, അവർക്ക് മാറ്റം വന്നു. ഞങ്ങളിത് പറയാൻ കാരണം, ഞങ്ങളാക്കി മാറ്റിയ ഒരു സത്യമുണ്ട്, ഞങ്ങളാക്കി മാറ്റിയ ഒരു ഉപദേശമുണ്ട്, ഞങ്ങളാക്കി മാറ്റിയ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയെ പരിചയപ്പെടുത്താനാണ് ഞങ്ങൾ ഇങ്ങനെ കടന്നു വരുന്നത്. ആ വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ആ വ്യക്തി മറ്റാരുമല്ല, ഞങ്ങളാക്കി മാറ്റിയ, ഞങ്ങൾക്ക് രൂപാന്തരം തന്ന, ഞങ്ങളെ രക്ഷിച്ച ആ വ്യക്തി എന്ന് പറയും സാക്ഷാൽ ലോകത്തിൻ്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവാകുന്നു. ആ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. ഏതെങ്കിലും ഒരു ഗോത്രത്തിനോ ഏതെങ്കിലും ഒരു ജാതിക്കോ ഏതെങ്കിലും ഒരു മതത്തിനോ ഏതെങ്കിലും ഒരു ദേശത്തിനോ ഏതെങ്കിലും ഒരു സ്ഥലത്തിനോ മാത്രമായിട്ടല്ല യേശു ക്രിസ്തു ഭൂമിയിൽ ജനിച്ചത്. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ വിശുദ്ധ തിരുവെഴുത്താണ് ഞാൻ പറഞ്ഞത്. സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, ഈ കാലടിയിലും ഈ സ്ഥലത്തുമൊക്കെ ഇവിടെ പാർക്കുന്ന ആളുകൾക്കും നിങ്ങൾക്കും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം യേശു ക്രിസ്തുവിൽ കൂടെ നിങ്ങൾക്ക് ലഭ്യമാകുമെന്നാണ് ഞങ്ങൾ ഇവിടെ ഉറക്കെ പ്രഖ്യാപിക്കുന്നത്. മദ്യത്തിനും മയക്കുമരുന്നിനും തരാൻ കഴിയാത്ത ആ സന്തോഷം യേശു ക്രിസ്തുവിൽ കൂടെ നിങ്ങൾക്ക് ലഭ്യമാകും, നിങ്ങൾക്ക് പ്രാപ്യമാകുമെന്നാണ് ഞങ്ങളിവിടെ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കൂ. നിരവധി കുടുംബങ്ങൾ തകർച്ചയിലാണ്. വിവാഹ ബന്ധങ്ങൾ പോലും ശിഥിലമായി
സജീവമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം വളരെ പ്രതീക്ഷയോടുകൂടെ മക്കളെ കുടുംബജീവിതത്തിലേക്ക് പറഞ്ഞയക്കുമ്പോൾ നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ കഴിയാതെ പല മാതാപിതാക്കന്മാരും ആശങ്കയോടെ ജീവിക്കുന്ന ഒരു കാലഘട്ടം. പല മാതാപിതാക്കന്മാരും കണ്ണുനീരോടുകൂടെ ഞങ്ങൾ വിളിക്കാറുണ്ട്, പാസ്റ്ററെ അല്ലെങ്കിൽ ബ്രദറെ, ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിവാഹ ജീവിതത്തിലേക്ക് പറഞ്ഞയച്ചത്. ദേണ്ടേ കുടുംബം തകർന്നു, മകൾ വീട്ടിൽ വന്ന് നിൽക്കുന്നു, മകന് സ്വസ്ഥതയില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കേസുകൾ ഞങ്ങളുടെ അടുക്കൽ വരാറുണ്ട്. എന്തിനേറെ പറയുന്നു, തലമുറകളെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്ന അമ്മമാർ ഞങ്ങളെ വിളിക്കാറുണ്ട്. മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമപ്പെട്ട് അവിടെ ജീവിതം വല്ലാതെ വഴിപിടിച്ചു പോയ ഒത്തിരി തലമുറകളുള്ള ഒരു നാടാണ് നമ്മുടെ കൊച്ചു കേരളം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ തലമുറകൾ വഴിതെറ്റിപ്പോകുന്നു, കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നു, സാമൂഹികമായ പ്രശ്നങ്ങൾ, ദേശത്ത് നമുക്ക് ജീവിക്കാൻ കഴിയാതെ വലിയ പ്രതിസന്ധികൾ, പ്രയാസങ്ങളൊക്കെ വരുന്നു. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്, ഇതിനൊക്കെ ഒരു ശമനമുണ്ടാകുവാൻ, ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിൽ കൂടെ മാത്രമാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: യേശുക്രിസ്തു സകല പ്രശ്നങ്ങൾക്കും പരിഹാരകനാണ്. യേശുക്രിസ്തു സകല വിഷയങ്ങൾക്കും പരിഹാരം വരുത്താൻ കഴിയും. സ്നേഹിത, ഇന്ന് നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം തകർന്നാണ് ഇരിക്കുന്നത്, ആത്മഹത്യ മാത്രമാണ് എൻ്റെ മുൻപിലുള്ളൂ എന്ന ചിന്തയോടെ ആയിരിക്കുന്നത്. ഈ ശബ്ദം കേൾക്കുന്ന ഭവനത്തിലോ ഭവനപരിധിയിൽ ആരെങ്കിലും എനിക്കിനി ജീവിക്കണ്ട, എൻ്റെ പ്രതീക്ഷകളെല്ലാം കഴിഞ്ഞു, ഞാൻ ആത്മഹത്യ മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ, സ്നേഹിത, നിങ്ങൾക്ക് ഇവിടെ കടന്നു വരാം. നിങ്ങളെ ജീവിതത്തിൽ പ്രതീക്ഷകൾ നൽകുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ രക്ഷിക്കുന്ന, ജീവിതത്തിൽ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു പ്രത്യാശയാക്കി മാറ്റാൻ കഴിയുന്ന ഒരുവനെയാണ് ഞങ്ങളോട് ഉയർത്തുന്നത്. അത് മറ്റാരുമല്ല, ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവാണ്. എൻ്റെ സ്നേഹിത, ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിക്കാം. വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴെ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട വേറെ ഒരു നാമമില്ല, അത് യേശുക്രിസ്തു എന്ന ഏകനാമമാണ്. ഈ ദേശത്തോട് ആ നാമത്തെ ഉയർത്തുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞങ്ങളെ രക്ഷിച്ച, ഞങ്ങളാക്കി മാറ്റിയ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾ ഇന്ന് ഈ ഉച്ചസമയത്തിനോട് പങ്കുവെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വന്ന് 2000 പരം വർഷങ്ങൾക്ക് മുൻപ് പാലസ്തീൻ്റെ പച്ചമണ്ണിൽ കാലമർത്തിച്ചവിട്ടി നിന്നുകൊണ്ട് യേശുക്രിസ്തു ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അത് ഒരു ദേശത്തിൻ്റെ വെളിച്ചമല്ല, ഒരു സമൂഹത്തിൻ്റെ വെളിച്ചമല്ല, ഒരു ജാതിയുടെ വെളിച്ചമല്ല, ഒരു മതത്തിൻ്റെ വെളിച്ചമല്ല. ഈ ലോകത്തിൻ്റെ വെളിച്ചമായി യേശുക്രിസ്തു ഇന്നേക്ക് 2000 പരം വർഷങ്ങൾക്ക് മുൻപ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അങ്ങനെയെങ്കിൽ ഈ ദേശത്തെയും പ്രകാശിപ്പിക്കുവാൻ, ഈ ദേശത്ത് പാർക്കുന്ന കുടുംബങ്ങളെ പ്രകാശിപ്പിക്കുവാൻ യേശുക്രിസ്തുവിന് കഴിയുമെന്ന് ഞങ്ങളിവിടെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? വെളിച്ചമെന്ന് പറയുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. എങ്ങനെയാണ്? ഇരുട്ടുള്ളിടത്ത് വെളിച്ചം വന്നാൽ നമുക്ക് അത് കാണാൻ കഴിയും. ഇരുട്ട് ഉള്ളിടത്ത് വെളിച്ചം ഉദിക്കുമ്പോൾ ഇരുട്ടിനോട് നമ്മൾ പോകാൻ പറയണ്ട, വെളിച്ചം വന്നാൽ ഇരുട്ട് മാറും. എന്നെ കേൾക്കുന്ന സ്നേഹിത, ഇന്ന് നിങ്ങൾ ഇരുട്ടിൻ്റെ പിടിയിലാണോ? നിങ്ങളുടെ കുടുംബം ഇരുട്ടിൻ്റെ അധീനതയിലാണോ കഴിയുന്നത്? ഞാൻ പറയട്ടെ, പാപമെന്ന ഇരുട്ട് നിങ്ങളെ പിടികൂടിയിരിക്കുന്നു. ഇതിനൊരു മോചനമുണ്ടാകണമെങ്കിൽ സാക്ഷാൽ ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന യേശുക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വരണം, നിങ്ങളുടെ വീട്ടിൽ വരണം, നിങ്ങളുടെ ജീവിതത്തിൽ വരണം. ഞാൻ പറയാറുണ്ട്, പലപ്പോഴും പറയാറുണ്ട്, പാപം എന്നത് ഒരു വസ്തുവായിരുന്നെങ്കിൽ നമുക്കതിനെ വെട്ടിക്കളയാമായിരുന്നു. പാപം എന്ന് പറയുന്നത് ഒരു വ്യക്തിയായിരുന്നെങ്കിൽ അതിനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടാമായിരുന്നു. പാപമെന്ന് പറയുന്നത് ഒരു വൃക്ഷമായിരുന്നെങ്കിൽ ഒരു മഴുവോ വാക്കത്തെയോ കൊണ്ട് വെട്ടിക്കളയാമായിരുന്നു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ചുറ്റിപ്പെട്ടി നിൽക്കുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളിൽ വാഴുന്ന പാപം, അതിനെ നമുക്ക് കളയണമെങ്കിൽ ഇവിടുത്തെ വാക്കത്തി കൊണ്ടോ വ്യക്തികൾ കൊണ്ടോ ഏതെങ്കിലും ശക്തികൾ കൊണ്ടോ കഴിയത്തില്ല. പാപമെന്ന് പറയുന്ന ഇരുട്ട് പുറത്തു പോകണമെങ്കിൽ ഏക വഴിയേ ഉള്ളൂ, അത് യേശുക്രിസ്തു എന്ന വെളിച്ചം നിങ്ങളുടെ ഉള്ളിൽ വരിക എന്ന ഏക കാര്യം കൊണ്ട് മാത്രമേ സാധ്യമാകത്തുള്ളൂ. എന്നെ കേൾക്കുന്ന മാന്യ സ്നേഹിത, മനുഷ്യരെല്ലാം പാപികളാ, പാപത്തിൻ്റെ ആ താഴ്വരയിലാണ് നമ്മളെല്ലാം നിൽക്കുന്നത്. സകല മനുഷ്യരും പാപികളെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. പാപത്തിന് അറുതി വരുത്താൻ വേണ്ടി ഈ ലോകത്തിലേക്ക് വന്ന ഒരു വ്യക്തിയുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവാണ്. ഇന്ന് ലോകത്തിലെ സകല കല്ലറകളും അടഞ്ഞു കിടക്കുന്നു. പല നേതാക്കന്മാരുടെയും പല തത്വചിന്തകന്മാരുടെയും പല പണ്ഡിതന്മാരുടെയും ആ ശവകുടീരങ്ങൾ തീർത്ഥാടന കേന്ദ്രങ്ങളായോ അല്ലെങ്കിൽ അവിടെ ആ പല വിധത്തിലുള്ളതായ ആ ഒരു പുണ്യസ്ഥലങ്ങളായിട്ടൊക്കെ അവശേഷിക്കുമ്പോൾ ഞങ്ങളുടെ യേശുക്രിസ്തു മരിച്ചു. അവനെ അടക്കിയത് പാലസ്തീനിൽ. ആ ഇസ്രായേൽ
ഞങ്ങൾ ആ സ്ഥലത്ത് ഇന്ന് പലരും തീർത്ഥാടനത്തിന് അല്ലെങ്കിൽ അവിടെ കടന്നു പോകാറുണ്ട്. അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. യേശു ക്രിസ്തുവിനെ അടക്കിയ കല്ലറയിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, യേശു ക്രിസ്തു ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. എന്താണ് അതിൻ്റെ അർത്ഥം? ഉലക മഹാന്മാർ എല്ലാവരും കല്ലറകളിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ലോകത്തിന്റെ രക്ഷിതാവായി വന്ന യേശു ക്രിസ്തു മാത്രം മരണത്തെ ഭേദിച്ചുകൊണ്ട്, മരണത്തിന്റെ ശക്തികളെ തകർത്തുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു. അതാണ് യേശു ക്രിസ്തുവിനെ മറ്റു നേതാക്കന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. എന്നെ കേൾക്കുന്ന സ്നേഹിത, അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിൽ ഒരു പ്രത്യേകതയുണ്ട്. മരണത്തെ ജയിച്ച യേശു നമ്മളെയും മരണത്തിൽ നിന്നും നിത്യജീവനിലേക്ക് നയിക്കാൻ കഴിയുന്ന ഏക വ്യക്തി യേശു ക്രിസ്തു മാത്രമാണ്. ഞാൻ എൻ്റെ സന്ദേശം അവസാനിപ്പിക്കാൻ പോകുകയാണ്. പ്രിയപ്പെട്ടവരെ, നിത്യമായ മരണം, അതിൽ നാം ഒരിക്കലും ചെന്നകപ്പെടരുത്. ഇവിടെ മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയുന്ന, നമ്മളെ സഹായിക്കുന്ന ഏക മാർഗം യേശു ക്രിസ്തു മാത്രമാണ്. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുകയില്ല. പ്രിയപ്പെട്ടവരെ, നിത്യ മരണത്തിൽ നിന്ന്, നിത്യശിക്ഷാവിധിയിൽ നിന്ന് നിത്യജീവനിലേക്ക് പോകാൻ നമുക്ക് കഴിയുന്ന ഏക വഴി യേശു ക്രിസ്തു മാത്രമാണ്. എന്തു ചെയ്യണം? യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം വിശ്വസിച്ച്, യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് അവിടുത്തെ മക്കളായി തീരുവാൻ, യേശു ക്രിസ്തുവിൻ്റെ മകളായി തീരുവാൻ കഴിഞ്ഞാൽ നമുക്ക് ആ നിത്യതയുടെ അവകാശം ലഭിക്കുവാനിടയായി തീരും. അതിന് ആധാരമായി വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു, യേശുവിനെ കൈക്കൊണ്ട് യേശുവിനെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ യേശു അനുവാദം കൊടുത്തു, അധികാരം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഈ ദേശനിവാസികളെ, നിങ്ങൾക്കും ഒരു നിത്യജീവൻ ഉണ്ട്. അത് യേശു ക്രിസ്തുവിലൂടെ നിങ്ങൾക്കും പ്രാപ്യമാകാം. നിങ്ങൾ ക്രിസ്ത്യാനിയാകാം, ഏത് മതത്തിൽ വിശ്വസിക്കുന്നയാളാകാം. പക്ഷേ ഇന്ന് ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, നമ്മൾ ആരുമാകട്ടെ, യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ നമുക്ക് മരണാനന്തര ജീവിതം പ്രാപിക്കാൻ കഴിയുകയുള്ളൂ. ഒന്നെങ്കിൽ നിത്യനരകം അല്ലെങ്കിൽ നിത്യ ജീവൻ, ഒന്നെങ്കിൽ നരകം അല്ലെങ്കിൽ സ്വർഗം. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഉറപ്പാണ്. രണ്ടിലൊന്ന് പ്രാപിക്കാം. ഞങ്ങൾ ഈ പറയുന്ന വചനങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വിമർശിക്കാം, തള്ളിക്കളയാം, അല്ലെങ്കിൽ സ്വീകരിക്കാം. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ വേറെ തൊഴിലില്ലാത്തത് കൊണ്ടോ വേറെ മറ്റു മാർഗങ്ങളില്ലാത്തത് കൊണ്ടല്ല, ഞങ്ങൾ അനുഭവിച്ച സ്നേഹം നിങ്ങളോട് പങ്കുവെക്കുവാൻ ഞങ്ങളുടെ ഒഴിവ് സമയങ്ങൾ ഇങ്ങനെ ഒരു ടീമായി ചേർന്ന് ഈ ദേശാന്തരങ്ങൾ ഞങ്ങൾ കടന്നു പോകുന്നു. അതുകൊണ്ട് വളരെ സ്നേഹത്തോടെ ഞങ്ങൾ ഈ സന്ദേശം നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുകയാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഉൾക്കൊള്ളാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. എന്നിരുന്നാലും ഒരു കാര്യം മറന്നു പോകരുത്, നാം ശരീരത്തിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം നാം പ്രാപിക്കേണ്ടതിന് ദൈവിക കോടതിയുടെ മുൻപാകെ നാം നിൽക്കേണ്ടി വരും. അവിടെ നമ്മുടെ ന്യായവിധിയുണ്ട്. വരുവാനുള്ള ന്യായവിധിയിൽ നിന്ന് രക്ഷ നേടുവാൻ ഈ സുവിശേഷത്താൽ മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഈ സുവിശേഷം കേട്ട് രക്ഷ പ്രാപിക്കുവാൻ ഒരു കാര്യം ഒന്നുകൂടെ ഓർപ്പിക്കാം, മറ്റൊരുത്തനിലും രക്ഷയില്ല. ഇവിടെ ഇസങ്ങളിലോ കർമ്മങ്ങളിലോ ആചാരങ്ങളിലോ മതത്തിൻ്റെ സംവിധാനങ്ങളിലോ ചട്ടക്കൂടിലൊന്നും മനുഷ്യൻ രക്ഷ കെടുകയില്ല. അത് ഈ ലോകത്തിൻ്റെ സിസ്റ്റം മാത്രമാണ്. എന്നാൽ നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിനെ സ്വീകരിപ്പാൻ നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്ന് ഇന്ന് ഒരു മിനിറ്റ് ഒന്ന് യേശുവേ എൻ്റെ ഉള്ളിലേക്ക് വരണമേ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ യേശു നിങ്ങളുടെ ഉള്ളിൽ വരും, നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരും. അതിനുവേണ്ടി ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ നിത്യരാജ്യത്തിൽ ഉറപ്പാക്കുവാൻ, സ്വർഗത്തിൽ ഉറപ്പാക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. സർവശക്തനായ ദൈവം ഈ ദേശത്തെയും ഈ ദേശനിവാസികളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.